ഇത്തവണത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ സ്ത്രീകൾക്കും യുവാക്കൾക്കും മുൻഗണന നൽകുമെന്ന KPCC സെക്രട്ടറി MN ഗോപി. വിജയസാധ്യത മുൻനിർത്തിയായിരിക്കും സ്ഥാനാർത്ഥി നിർണയം നടക്കുകയെന്നും ജില്ലയിലെ ഭൂരിപക്ഷം പഞ്ചായത്തുകളും ഇത്തവണ UDF പിടിച്ചെടുക്കുമെന്നും MN ഗോപി കൂട്ടിച്ചേർത്തു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾക്കുള്ള സംവരണത്തെ സംബന്ധിച്ച് അധ്യക്ഷ പദവിയിലേക്കുള്ള സംവരണത്തെ സംബന്ധിച്ചുള്ള തീരുമാനമായിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി തൊടുപുഴ വനിതാ സംവരണവും തൊടുപുഴ മുനിസിപ്പാലിറ്റി വനിതാ സംവരണവും കട്ടപ്പന മുനിസിപ്പാലിറ്റി ജനറൽ ആവുകയും ഗ്രാമപഞ്ചായത്തുകളിൽ ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്തുകളിലൊന്നായ നെടുങ്കണ്ടവും ജനറൽ കാറ്റഗറിയിലാണ് വന്നിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു കുതിച്ചുചാട്ടം ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നം ഉൾപ്പെടെയുള്ള വാഗ്ദാന ലംഘനങ്ങൾ സൃഷ്ടിച്ച് കടന്നുപോയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് പഞ്ചായത്ത് ഭരണം കൈയാളിയിരുന്ന നെടുങ്കണ്ടം ഉൾപ്പെടെയുള്ള പഞ്ചായത്തിലെ ഭരണ വൈകല്യങ്ങൾക്കെതിരെയുള്ള ജനങ്ങളുടെ ഹിതമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നത്. UDF ഈ തെരഞ്ഞെടുപ്പിൽ 2 മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ ജില്ലയിലെ ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകളിലും വലിയ മുന്നേറ്റം ഈ പ്രാവശ്യം ഈ തെരഞ്ഞെടുപ്പിൽ നടത്തും. അതിനുള്ള തയ്യാറെടുപ്പുകൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ UDFിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ ആകമാനം അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും സ്ത്രീ സംവരണം 50% വരുത്തണമെന്നുള്ളത് കോൺഗ്രസിന്റെ പ്രഖ്യാപിത നയമാണ്. സംവരണം നോക്കാതെ വിജയസാധ്യത മുന്നിൽ നിർത്തിക്കൊണ്ട് സ്ത്രീകൾക്കും മതിയായ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടും ചെറുപ്പക്കാർക്ക് പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടും ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിടും.